6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഹൗ ദ ഡോഗ് ഫൗണ്ട് ഹിംസെൽഫ് എ ന്യൂ മാസ്റ്റർ. എങ്ങനെയാണ് ഒരു ഡോഗിൻ്റെ ഒരു പുതിയ യജമാനനെ, ഒരു മാസ്റ്ററിനെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഈ കഥ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ബിഫോർ യു റീഡ്, യു മേ നോ ദാറ്റ് ദി ഡോഗ് ആൻഡ് ദ വൂൾഫ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഡോഗും അതുപോലെ തന്നെ വൂൾഫ് എന്ന് പറഞ്ഞാൽ ചെന്നായും, ഇതും ഒരുപാട് രൂപത്തിൽ സാമ്യമുള്ളതാണ്. ക്ലോസ്ലി റിലേറ്റഡ് ആണ്. യു മേ ഓൾസോ നോ സംതിങ് അബൌട്ട് ഹൗ ഓവർ ദ സെഞ്ച്വറീസ് ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഡൊമസ്റ്റിക്കേറ്റഡ് ആൻഡ് ടേംഡ് വൈൽഡ് അനിമൽസ്. ഒരുപാട് കാലം മുമ്പ് തൊട്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാർ, ഈ വൈൽഡ് അനിമൽസിനെല്ലാം വളർത്താനും അതിനെയൊക്കെ ട്രെയിൻ ചെയ്യാനൊക്കെ പഠിച്ചിരുന്നു, അങ്ങനെ ചെയ്തിരുന്നു. Here is a story about how the dog became a tame animal. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡോഗ്, ഒരു വൈൽഡ് അനിമൽ ആയിരുന്ന ഒരു ഡോഗ് എങ്ങനെയാണ് വീട്ടിൽ വളർത്തുന്ന ഒരു വളർത്തുനായയായി മാറിയത്, വളർത്തുമൃഗമായി മാറിയത്, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണിത്. Dogs were once their own masters, and they lived the way wolves do, in freedom, until a dog was born who was ill-pleased with this way of life. But dogs were once their own masters. പട്ടികളെന്ന് പറഞ്ഞാൽ ഡോഗ്സ് ഒരു കാലത്ത്, പണ്ട് കാലത്ത് അവരവരുടെ തന്നെ മാസ്റ്റേഴ്സായിരുന്നു. അവർ ആരുടെയും വീട്ടിൽ ഒരു യജമാനൻ്റെ കീഴിൽ യജമാനനെ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ച മൃഗങ്ങളായിരുന്നില്ല പണ്ട്. ആൻഡ് ലിവ്ഡ് ദ വേ വൂൾഫ്സ് ഡു. ചെന്നായകൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഡോഗ്സും പണ്ട് ജീവിച്ചിരുന്നത്. ഫുൾ ഫ്രീഡം, വളരെ സ്വതന്ത്രരായിട്ട്. അണ്ടിൽ എ ഡോഗ് വാസ് ബോൺ ഹു വാസ് ഇൽ പ്ലീസ്ഡ് വിത്ത് ദിസ് വേ ഓഫ് ലൈഫ്. എപ്പോൾ വരെ ഒരു ഡോഗ് ജനിക്കുന്നു, ആ ഡോഗിന് ഇൽ പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ, പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സന്തോഷമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൽ പ്ലീസ് എന്ന് പറഞ്ഞാൽ അൺഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടായിരുന്നു അൺഹാപ്പി? ഇങ്ങനെ ഫ്രീഡമായിട്ട്, സ്വന്തം മാസ്റ്ററായിട്ട്, അതായത് അങ്ങനെ ജീവിച്ച ആ ഒരു ലൈഫ് ഒരു ബോറിംഗ് ആയിട്ട് തോന്നി. അതിന് ആ ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റാതായി, അല്ലെങ്കിൽ അതിന് ഹാപ്പി അല്ലായിരുന്നു ആ ലൈഫ്. അപ്പോൾ അതുവരെ ഡോഗ്സ് പണ്ട് തൊട്ടേ എന്തായിരുന്നു, സ്വന്തമായി മാസ്റ്റേഴ്സായിരുന്നു. അവരാരുടെയും കീഴിലല്ല ജീവിച്ചത്, അവർ ഫുൾ ഫ്രീഡത്തിലായിരുന്നു ജീവിച്ചത്. ഹി വാസ് സിക്ക് ആൻഡ് ടയർഡ് ഓഫ് വാണ്ടറിങ് അബൌട്ട് ബൈ ഹിംസെൽഫ്. അപ്പോൾ ആ നായ, ആ ഡോഗെന്ന് പറഞ്ഞത് ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ്, വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അത് അങ്ങനെയുള്ളൊരു ലൈഫ് അതിന് ബോറിങ്ങായി, ടയേർഡായി. ആൻഡ് ലുക്കിംഗ് ഫോർ ഫുഡ് ആൻഡ് ബീയിങ് ഫ്രൈറ്റൻഡ് ഓഫ് ദോസ് ഹൂ വെർ സ്ട്രോങ്ങർ ദാൻ ഹി. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ അതിന് ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിയേണ്ടി വരും. അതുപോലെ തന്നെ മറ്റുള്ള ആ ഡോഗിനെക്കാട്ടിലും ശക്തിയുള്ള മൃഗങ്ങളോടെ പേടിച്ച് ജീവിക്കണം. അങ്ങനെയുള്ള വലിയ മൃഗങ്ങൾ വന്നാൽ ഇതിനെ പേടിച്ച് ജീവിക്കണം. അങ്ങനെ പേടിച്ച് ജീവിക്കുകയും ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിയുകയൊക്കെ ചെയ്യുന്നത് ഈ ഡോഗിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ആ ഡോഗ് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഹി തോട്ട് ഇറ്റ് ഓവർ ആൻഡ് ഡിസൈഡഡ് that the best thing for him to do was to become the servant of one who was stronger than anyone on earth, and he set out to find such a master. അപ്പോൾ ഈ ഡോഗ് എന്താ ചെയ്യുന്നത്? തീരുമാനിക്കുകയാണ്, ഞാൻ ആരുടെയെങ്കിലും, വേറെ ഏതെങ്കിലും മൃഗത്തിൻ്റെ, വേറെ ആരുടെയെങ്കിലും ഒരു സെർവൻ്റായിട്ട്, ഒരു വേലക്കാരനായിട്ട് ഒരു യജമാനൻ്റെ കീഴിൽ ജീവിക്കുക. അപ്പോൾ വലഞ്ഞു തിരിയേണ്ട കാര്യമില്ല, ഭക്ഷണം കിട്ടും. അതുപോലെ തന്നെ യജമാനൻ എന്ന് പറയുന്നത് മറ്റുള്ള മൃഗങ്ങളെക്കാളെല്ലാം സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ആ സ്ട്രോങ് ആയ ആ മൃഗത്തിൻ്റെ, ആ യജമാനൻ്റെ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് ഒരു യജമാനെ തിരഞ്ഞ് ഇറങ്ങുകയാണ് ഡോഗ്. ഹി വാക്ക്ഡ് ആൻഡ് ഹി met a kinsman of his.
a big wolf who was as strong as he was fierce. അപ്പോൾ അവൻ നടക്കുകയാണ്, നടന്ന് 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 ഒരു അവൻ്റെ തന്നെ ഫാമിലിയിലുള്ള ഒരു റിലേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയൊരു വൂൾഫായിരുന്നു. നമ്മുടെ ഒരു വലിയൊരു ചെന്നായും പട്ടിയും ഒരേ ഫാമിലിയിലുള്ള അവരാണ്. അപ്പോൾ ഹു വാസ് സ്ട്രോങ് ആസ് ഹി വാസ് ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യമുള്ള, വയലൻ്റായ, എത്ര വയലൻ്റാണോ ധൈര്യശാലിയാണോ അത്രയും സ്ട്രോങ്ങും ആയിരുന്നു ആ വൂൾഫ്. അപ്പോൾ വെർ ആർ യു ഗോയിങ് ഡോഗ്, ദ വൂൾഫ് ആസ്ക്ഡ്. അവ ചെന്നായി ചോദിച്ചു പട്ടിയോട്, നീ എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? ഐ ആം ലുക്കിംഗ് ഫോർ സം വൺ ടു ടേക്ക് അപ്പ് സർവീസ് വിത്ത്, വുഡ് യു ലൈക്ക് ടു ബി മൈ മാസ്റ്റർ വൂൾഫ്. അപ്പോൾ ഈ ഡോഗ് പറയാണ്, എനിക്ക് ഏതെങ്കിലും ഒരു മാസ്റ്ററിൻ്റെ, ഒരു യജമാനൻ്റെ കീഴിൽ ഒരു സെർവൻ്റായിട്ട് ജീവിക്കണം. നീ എൻ്റെ യജമാനനാവോ, എൻ്റെ മാസ്റ്റർ ആവോ എന്ന് വൂൾഫിനോട് ചോദിക്കുകയാണ്. ഐ ഡോണ്ട് സീ വൈ നോട്ട്, എനിക്ക് ഇഷ്ടമാണ്, താല്പര്യമാണ്. ദ വൂൾഫ് സെഡ്, വൂൾഫ് പറഞ്ഞു. ആൻഡ് ദിസ് അഗ്രീഡ് അപ്പോൺ the two of them went on together. അപ്പോൾ അങ്ങനെ രണ്ടുപേരും തീരുമാനമെടുത്തു, ഡോഗ് വൂൾഫിൻ്റെ സെർവൻ്റായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അവർ രണ്ടുപേരും കൂടി പോവുകയാണ്. They walked and all of a sudden the wolf lifted his nose, sniffed, darted quickly off the path and into the bushes. അപ്പോൾ അവർ രണ്ടുപേരും നടന്ന് പെട്ടെന്ന് തന്നെ, ഓൾ ഓഫ് എ സഡൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, വൂൾഫ് ലിഫ്റ്റഡ് ഹിസ് നോസ്, മൂക്കൊന്ന് പൊക്കി, എന്നിട്ട് സ്നിഫ്ഡ് എന്ന് പറഞ്ഞാൽ, സ്നിഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കുക, ആൻഡ് ഡാർട്ടഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വഴി മാറിയിട്ട് ആ പാത്തിൽ നിന്നും ക്യുക്കായി ഒരു മൂവ്മെൻറ്റോടെ മാറിയിട്ട്, ആൻഡ് ഇൻ ടു ദ ബുഷസ്, കുറ്റിക്കാട്ടിലോട്ട് കയറി, ആൻഡ് ക്രെപ്റ്റ് ഡീപ്പർ ഇൻ ടു ദ ഫോറസ്റ്റ്, വലിയ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോയി. ദ ഡോഗ് വാസ് മച്ച് സർപ്രൈസ്ഡ്, ഡോഗിന് സർപ്രൈസായി. ആൻഡ് വാട്ട്സ് കം ഓവർ യു മാസ്റ്റർ, എന്തു പറ്റി മാസ്റ്റർ, യജമാനനെ എന്തു പറ്റി? ഹി ആസ്ക്ഡ് ആൻഡ് ഹി വാസ് ഫ്രൈറ്റൻഡ്. വാട്ട് ഹാസ് ഫ്രൈറ്റൻഡ് യു സോ, എന്തുകൊണ്ടാണ് ഈ വൂൾഫ് എൻ്റെ മാസ്റ്ററായ ചെന്നായ പേടിച്ചത്? കാൻറ്റ് യു സീ there's a bear out there, can't you see there's a bear out there? എനിക്ക് കാണാൻ പറ്റുന്നില്ലേ ഒരു കരടി അവിടെ നിൽക്കുന്നത്? he might eat up both of us, you and me. ആ കരടി അവൾ രണ്ടുപേരെയും തിന്നും, നിന്നെയും എന്നെയും. seeing that bear was stronger than the wolf, the dog decided to take up service with him. അപ്പോൾ ഡോഗിന് മനസ്സിലായി ഈ കരടി ഈ വൂൾഫിനെക്കാട്ടിലും സ്ട്രോങ്ങറാണെന്ന്. അപ്പോൾ ഡോഗ് എന്ത് ഡിസൈഡ് ചെയ്തു? ഈ വൂൾഫിനെ ചെന്നായെ വിട്ടിട്ട് കരടിയുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു, കരടിയെ യജമാനാക്കാൻ തീരുമാനിച്ചു. ആൻഡ് ലെഫ്റ്റ് ദ വൂൾഫ് ആൻഡ് ആസ്ക്ഡ് ദ ബെയർ ടു ബി ഹിസ് മാസ്റ്റർ. വൂൾഫിനെ വിട്ട് ബെയറിൻ്റെ കൂടെ കൂടി ബെയറിനെ, ഈ കരടിയെ സ്വന്തം യജമാനാക്കി. ദ ബെയർ അഗ്രീഡ് ടു ദിസ് റെഡിലി. ആ കരടി സന്തോഷത്തോടെ സ്വീകരിച്ചു. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് എ ഹേർഡ് ഓഫ് കൗസ്. അപ്പോൾ കരടി പറയും, നമുക്ക് പോയിട്ട് ഒരു കൂട്ടം, അല്ലെങ്കിൽ ഈ പശുക്കളുടെ കൂട്ടത്തെ നമുക്ക് നോക്കാം, നമുക്ക് ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ വിൽ കിൽ എ കൗ ആൻഡ് ദെൻ വി ക്യാൻ ബോത്ത് ഈറ്റ് ആർ ഫിൽ. നമ്മൾ വയറ് നിറച്ച് നമുക്കൊരു കൗവിനെ പിടിച്ചിട്ട് നമുക്ക് രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാം എന്ന് പറഞ്ഞു. They walked on and soon saw a herd of cows. ഹേർഡ് എന്ന് പറഞ്ഞാൽ കൂട്ടം. അവർ നടന്നു കഴിഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം പശുക്കളെ കണ്ടു. But just as they were about to come up to it, they were stopped by a terrible noise. അപ്പോൾ അവർ പശുക്കളുടെ കൂട്ടത്തിൻ്റെ അടുത്തോട്ട് പശുവിനെ പിടിക്കാനായിട്ട് മുന്നോട്ട് വരികയായിരുന്നു. അപ്പോൾ തന്നെ വലിയൊരു നോയ്സ്, വലിയൊരു ശബ്ദം കേട്ടിട്ട് അവർ നിന്നു. The cows were moving loudly and running in a panic in all directions. അപ്പോൾ അവർ കണ്ടത്
ഈ പശുക്കളെല്ലാം കരഞ്ഞുകൊണ്ട് മൂയിങ് എന്ന് പറഞ്ഞാൽ കരയുക, കരഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. പാനിക്കായിട്ട് പേടിച്ചിട്ട് ഓടുന്നു. ദ ബെയർ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് എ ട്രീ. അപ്പോൾ ഈ കരടി ഒരു മരത്തിൻ്റെ പുറകിൽ നിന്ന് നോക്കുകയാണ്. ആൻഡ് ദെൻ ഹീ ടു റാൻ ഹേസ്റ്റ്ലി ഡീപ്പർ ഇൻ ടു ദ ഫോറസ്റ്റ്. എന്നിട്ട് കരടിയും ഈ കാടിൻ്റെ ഉള്ളിലോട്ട് ഓടി, പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടു. Now why did I have to come here? said he to the dog. And it is the lion who rules the forest in these parts. അപ്പോൾ ഈ കരടി പറഞ്ഞു, കരടി ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. ആ ലയനെ കണ്ടില്ലേ, ആ സിംഹം നമ്മളെ അറ്റാക്ക് ചെയ്യും, നമ്മളെ പിടിക്കും. അപ്പോൾ സിംഹമാണ് ഇവിടുത്തെ രാജാവ്. ദ ലയൻ, ഹൂ ഈസ് ഹി? അപ്പോൾ ഈ ഡോഗ് ചോദിച്ചു, ലയനോ, അതാരാണ്? ഡോണ്ട് യു നോ ഹീ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ബീസ്റ്റ് ഓൺ എർത്ത്. ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ മൃഗം. അപ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റായ മൃഗമാണ് ലയൻ, രാജാവാണ് കാടിൻ്റെ. വെൽ ദെൻ ഐ വിൽ സേ ഗുഡ് ബൈ ടു യു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ഗുഡ് ബൈ പറയുകയാണ്. ബെയറിനോട് പറയാണ്, ഞാൻ നിന്നോട് ഗുഡ് ബൈ പറയുന്നു. ഐ വോണ്ട് എ മാസ്റ്റർ ഹൂ ഈസ് സ്ട്രോങ്ങർ ദാൻ എനി വൺ ഓൺ എർത്ത്. ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ശക്തിശാലിയായ യജമാനനാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടിട്ട് ലയനെ എൻ്റെ യജമാനാക്കാൻ പോവുകയാണ്. ആൻഡ് ഓഫ് ദ ഡോഗ് വെൻ ടു ആസ്ക് ദ ലയൻ ടു ബി ഹിസ് മാസ്റ്റർ. എന്നിട്ട് ആ ഡോഗ് ലയൻ്റെ അടുത്ത് പോയിട്ട് എന്നെ സെർവൻ്റ് ആക്കും നിൻ്റെ, അല്ലെങ്കിൽ നിന്നെ എൻ്റെ യജമാനൻ, നീ എൻ്റെ യജമാനാവോ എന്ന് ചോദിക്കാൻ പോവാണ്. ദി ലയൻ അഗ്രീഡ് ടു ഇറ്റ്. ലയൻ സമ്മതിച്ചു. ആൻഡ് ദ ഡോഗ് സ്റ്റേയ്ഡ് വിത്ത് ഹിം ആൻഡ് സെർവ്ഡ് ഹിം ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലം ഈ ഡോഗ് ഈ ലയനെ സെർവ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ലൈഫ്. നല്ല ജീവിതമായിരുന്നു. ആൻഡ് ഹി ഹാഡ് നത്തിങ് ടു കംപ്ലെയിൻ ഓഫ്. ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫോർ ദർ വാസ് നോ സ്ട്രോങ് എ ബീസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ് ദാൻ ദ ലയൻ. ലയനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൃഗം ഫോറസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് നോ വൺ ഡാഡ് ടച്ച് ദി ഡോഗ് ഓർ ഒഫെൻഡ് ഹിം ഇൻ എനി വേ. അപ്പോൾ അതുകൊണ്ട് ഈ ലയൻ്റെ സെർവൻ്റ് ആയതുകൊണ്ട് ഈ ഡോഗിനെ ആരും ഒഫെൻഡ് ചെയ്തിരുന്നില്ല, ആരും എതിർത്തിരുന്നില്ല, ഈ ഡോഗിനെ ആരും ടച്ച് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം ഈ ലയൻ്റെ സെർവൻ്റായിട്ട് ഡോഗ് കഴിഞ്ഞു. ബട്ട് വൺ ഡേ two of them were walking side by side along a path that ran amid bare hills when all of a sudden the lion stopped. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുകയാണ്, അപ്പുറപ്പുറയായിട്ട് നടക്കുന്നു, ഒരു വഴിയുടെ ഓരത്തോടെ നടക്കുകയാണ്. ഒരു ബെയർ ക്ലിഫ് എന്ന് പറഞ്ഞാൽ കുന്നുകളൊക്കെയുള്ള ആ ക്ലിഫിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ വെൻ ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന് തന്നെ ലയൻ സ്റ്റോപ്പ് ചെയ്തു. And he gave a great roar and struck the ground angrily with his paw with such a force that a hole formed there. അപ്പോൾ he gave a great roar, ഒരു വലിയ നിലവിളിച്ചു, ഗർജിച്ചു. എന്നിട്ട് കൈ കൊണ്ട് നിലത്ത് ദേഷ്യത്തിൽ ഇടിച്ചപ്പോൾ അവിടെ ഒരു ഹോളായി. ആൻഡ് ദെൻ he began to back away very quietly. പെട്ടെന്ന് പുറകിലോട്ട് മെല്ലെ പുറകിലോട്ട് നീങ്ങാൻ തുടങ്ങി ഈ ലയൻ. വാട്ട് ഈസ് ഇറ്റ് മാസ്റ്റർ, ഈസ് എനിത്തിങ് റോങ്, ആസ്ക്ഡ് ദ ഡോഗ് സർപ്രൈസ്ഡ്. അപ്പോൾ ഡോഗിന് സർപ്രൈസായി. ഡോഗ് ചോദിച്ചു, എല്ലാം ഓക്കെ ആണോ, എന്തു പറ്റി, വാട്ട് ഈസ് ഇറ്റ്, എന്തു പറ്റി, ഈസ് എനിത്തിങ് റോങ് എന്ന് ചോദിച്ചു. ഐ സ്മെൽ എ മാൻ കമ്മിങ് ദിസ് വേ. എനിക്ക് ഈ വഴിയിൽ ഒരു മനുഷ്യൻ വരുന്നതായിട്ട് സ്മെല്ല് കിട്ടുന്നു. ദ ലയൺ സെഡ്. അങ്ങനെ ലയൻ പറയാണ്, വി വുഡ് ബെറ്റർ റൺ ഫോർ ഇറ്റ് ഓർ വി വിൽ ബി ഇൻ ട്രബിൾ. നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മളെ പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ കഷ്ടത്തിലാവും. ഓ വെൽ ദെൻ ഐ വിൽ സേ ഗുഡ് ബൈ ടു യു. അപ്പോൾ ഡോഗ് പറയാണ്, അങ്ങനെയാണോ, അപ്പോൾ ആ മനുഷ്യൻ എന്ന് പറയുന്നത് നിന്നെക്കാളും സ്ട്രോങ് ആണോ? എന്നാൽ ഞാൻ നിന്നോട് ഗുഡ് ബൈ പറയുകയാണ്. ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ പോകാൻ പോവാണ്. ആൻഡ്
ഐ വാണ്ട് എ മാസ്റ്റർ ഹു ഈസ് സ്ട്രോങ്ങർ ദാൻ എനി വൺ ഓൺ എർത്ത്. ഭൂമിയിലെ ഏറ്റവും സ്ട്രോങ് ആയ ആളായിരിക്കണം എൻ്റെ യജമാനൻ. ആൻഡ് ഓഫ് ദ ഡോഗ് വെൻറ്റ് ടു ജോയിൻ ദ മാൻ. അങ്ങനെ ആ മനുഷ്യനെ കണ്ടെത്തി ആ മനുഷ്യനെ യജമാനാക്കാൻ വേണ്ടിയിട്ട്, ആ മനുഷ്യൻ്റെ സെർവൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഡോഗ് പോയി. ആൻഡ് സ്റ്റേഡ് വിത്ത് ഹിം ആൻഡ് സെർവ്ഡ് ഹിം ഫെയ്ത്ത്ഫുള്ളി. അങ്ങനെ ആ മനുഷ്യൻ്റെ സെർവൻ്റായി. അങ്ങനെ ആ മനുഷ്യൻ്റെ കൂടെ ഒരുപാട് കാലം ജീവിച്ചു. ആൻഡ് ദിസ് ഹാപ്പൻഡ് ലോങ് എഗോ. ഒരുപാട് വർഷം മുമ്പാണ് അങ്ങനെ സംഭവിച്ചത്. ബട്ട് ടു ദിസ് ഡേ ദ ഡോഗ് ഈസ് മാൻസ് മോസ്റ്റ് ലോയൽ സെർവൻറ്റ് ആൻഡ് നോസ് നോ അതർ മാസ്റ്റർ. അപ്പോൾ ഇതുവരെ, പണ്ട് കാലം തൊട്ട് ഇപ്പോൾ ഇതുവരെ ഈ മനുഷ്യൻ്റെ ഏറ്റവും ലോയലായ ആ ഒരു സെർവൻ്റാണ് ഡോഗ്. ആൻഡ് ഡോഗിന് വേറൊരു മാസ്റ്ററെയും അറിയുകയുമില്ല. എല്ലാവരും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.